ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മലയാളം ബിഗ് ബോസ് സീസൺ 7 ഡേ 31. എന്തൊക്കെ സംഭവങ്ങളാണ് ഇന്ന് നടക്കുന്നത്? ഇന്ന് നമ്മുടെ നവീനും അനുവിനും മിണ്ടാൻ പാടില്ല എന്നുള്ളൊരു പണിഷ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. നവീനൊരു സെപ്പറേറ്റ് പണിഷ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കിരീട യുദ്ധം ടാസ്ക് നടക്കുന്നത്, പണിപ്പുര ടാസ്ക് നടക്കുന്നുണ്ട്. പിന്നെ ആദില ചെകുത്താനെ കടലിൽ നടക്കുന്നുള്ള ഒരു രീതിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. മറ്റൊരു ശൈത്യമാവാനുള്ളൊരു സ്റ്റേജിലാണ് പുള്ളിക്കാരി ഇപ്പം. അങ്ങനെ പല പല സംഭവങ്ങളാണ് ഇന്ന് നടക്കുന്നത് കേട്ടോ. അപ്പോൾ സമയം അധികം കളയുന്നത് നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് കടക്കാം. രാവിലെ തന്നെ മോർണിംഗ് സോങ് ആണ്. മോർണിംഗ് സോങ് എന്ന് പറയുന്നത് കുട്ടനാടൻ കായലിലെ കെട്ടുവെള്ളം തുഴയുമ്പോൾ പാട്ടൊന്ന് പാടടി കാക്കക്കാറുമ്പി, ആ പാട്ടാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ കാണിക്കുന്നത് പണിപ്പുര ടാസ്ക്കാണ്. പണിപ്പുര ടാസ്കിലും ഈ 5 വൈൽഡ് കാർഡ് എൻട്രീസിന് നമ്മുടെ ക്യാപ്റ്റൻ്റെ ഒരു സഹായിക്കും കൂടെ ആ പണിപ്പുരയുടെ അകത്ത് കൊണ്ടുപോയി കാണിക്കുക. അവിടേക്ക് എന്തൊക്കെയാണ് സാധനങ്ങൾ വെച്ചിരിക്കുന്നത് കാണിക്കുക. എന്നിട്ട് ബ്ലൈൻഡ്സ് അണിയിക്കുക അവരെ. അത് കഴിഞ്ഞിട്ട് അവർ നെക്സ്റ്റ് ബസറിൽ അവർക്ക് അകത്ത് കയറി എത്ര സാധനങ്ങൾ എടുക്കണോ അത്രയും സാധനങ്ങൾ എടുക്കാം. അടുത്ത ബസറിൽ ഈ സാധനങ്ങൾ എടുക്കുന്നത് നിർത്തി നേരെ പുറത്തിറങ്ങുക. അങ്ങനെ 3 ബസറുണ്ട്. അതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ കണ്ടു കഴിഞ്ഞിട്ട് ബ്ലൈൻഡ്സ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ടീം മെമ്പേഴ്സ്, അതായത് ക്യാപ്റ്റനും സഹായിക്കും വേണമെങ്കിൽ സാധനങ്ങളൊക്കെ മാറ്റി വെക്കാം. പക്ഷെ അതിൽ ശരിക്കും പറഞ്ഞാൽ അവർ പരാജയപ്പെട്ടു എന്ന് തന്നെ പറയാം. അങ്ങനെ അവർ ഇഷ്ടംപോലെ സാധനങ്ങൾ വാരിക്കൊണ്ടുവന്നു. ഇവർ കുറേ ഹൈഡ് ചെയ്യേണ്ട സ്ഥലത്തുനിന്നൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് ഹൈഡ് ചെയ്തിട്ടില്ല. ഇതെല്ലാം കഴിയുമ്പോൾ അക്ബറിനെ അങ്ങോട്ട് ഭ്രാന്ത് പിടിക്കേണ്ടത് സമയത്തിന് ഇവർ പുറത്തിറങ്ങുകയും ചെയ്തു. മണ്ടന്മാർ, ഇവർക്ക് മാറ്റി വെക്കാനുള്ളതിന് എന്ത് ഇതാണ് ഇവർ ചെയ്തേക്കണത്. ഒരു ക്നാപ്പിനൊരു ക്യാറ്റിനെയും കൂടെ വന്നിട്ട് എത്ര ഹിഡൻ ഡോർസ് ഉണ്ടായിരുന്നു, നമുക്ക് മാത്രം അറിയാവുന്ന എന്തോരോ സ്ഥലങ്ങളുണ്ടായിരുന്നു. എന്നിട്ട് ഇവൻ അതൊന്നും ചെയ്തിട്ടില്ല. പറ്റിയ സഹായി എന്നൊക്കെ പറയാം. ബിന്നീനെയാണ് സഹായിയായിട്ട് നമ്മുടെ നവീൻ വിളിച്ചിരുന്നത് കേട്ടോ. അപ്പോൾ നവീനകത്തിട്ട് ഇനി അടുത്ത പ്രാവശ്യം ഇതുപോലെ ചാൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ സഹായിനെ മാറ്റും. ബിന്നി ഇപ്പം എനിക്കായ കുറ്റം, സഹായിക്കാണോ പ്രശ്നം? ഇത് ഇങ്ങനെ പോയാൽ ശരിയാവില്ല. ഇവിടെ ഗ്രൂപ്പ് എന്തായാലും തകർക്കണം. ഇവിടെ ബോംബെ ഗ്രൂപ്പ് ഉണ്ട്, മലയാളി മംഗ ഗ്രൂപ്പ് ഉണ്ട്, എല്ലാത്തിനും തകർക്കണം. ഇപ്പം മനസ്സിലായില്ലേ എന്നൊക്കെ നമ്മുടെ നൂറ പറയുന്നുണ്ട്. അങ്ങനെ ഇതിന് ശേഷം, ഈ ടാസ്കിന് ശേഷം ഇവരെടുത്തതിൽ ചെറിയ പണി ആണ് കിട്ടിയേക്കുന്നത്. 12 ചെറിയ പണികളാണ് കിട്ടിയേക്കുന്നത്. അതിൽ പണി കിട്ടിയേക്കുന്നത് അതിൽ ഒരു ഡേ ഫുൾ ആംഗ്യ ഭാഷയിൽ സംസാരിക്കുക. അപ്പോൾ ഇവർ സെലക്ട് ചെയ്യുന്നത് ജിസേലും നവീനും. അതിനകത്ത് നവീനെയാണ് ഇവർ സെലക്ട് ചെയ്തേക്കുന്നത്. പിന്നെ ചേരുംപടി ചേർക്കുക എന്നുള്ള ടാസ്കിൽ ആ ടാസ്ക് നഷ്ടപ്പെട്ട ജിസേലും അനുവും, അതിലാരെങ്കിലും ഒരാൾ ചൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ അനുവിനെയും ചൂസ് ചെയ്യുക. അങ്ങനെ നവീനും അനുവിനും ആ ഒരു ദിവസം ഫുൾ ആംഗ്യഭാഷ മാത്രമേ ഉള്ളൂ, സംസാരം ഒന്നുമില്ല. നമ്മുടെ അനു മിണ്ടിയില്ലെങ്കിലും അത് വെച്ചിട്ട് കുറേ കണ്ടന്റ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കിരീട യുദ്ധം 2ാമത്തെ ദിവസം ടാസ്ക് ഇറക്കണം കേട്ടോ. അതിനകത്ത് 2 ഗ്യാപ്പ് വെച്ചിട്ട് ഇവർ കളക്ട് ചെയ്യണം. 6 ടീമുണ്ട്, 2 ഗ്യാപ്പ് വെച്ചിട്ട് കളക്ട് ചെയ്യണം. ബസറടിച്ച എൻ്റെ ദൈവമേ, അവിടെ എല്ലാം കൂടെ അടിയും ബഹളവും. ഇതൊരു തന്ത്രപരമായിട്ട് നേടിയെടുക്കണം, ഇതൊരു ഫിസിക്കൽ ടാസ്ക് അല്ല എന്നൊക്കെ ഇവിടെ അനൗൺസ് ചെയ്തിട്ടുണ്ട് ബിഗ് ബോസ്. പക്ഷെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അടി, എൻ്റെ ദൈവമേ. ആ രേണുവിൻ്റെ തലയും കെട്ടിപ്പിടിച്ചുകൊണ്ട് അക്ബർ നിൽക്കുകയാണ്. തലയിൽ തൊപ്പിയൊന്നുമില്ല, തൊപ്പിയൊക്കെ ഏതോ വഴിക്ക് പോയി. എല്ലാം കൂടെ അടി. ജിസേൽ ആദ്യമൊക്കെ കുറേ ട്രിക്കി ആയിട്ടൊക്കെ നിന്നു. പിന്നെ ഡൈനിങ് ടേബിളിൽ അവിടെ ഇവിടെയൊക്കെ ചാടിക്കയറുന്നുണ്ട്. അബിയും പ്രവീണും ബിന്നി ഷാനവാസ് എല്ലാവരും കൂടെ ജിസേലിനെ ഇട്ട് റൗണ്ട് ചെയ്യണം. എല്ലാവരും കൂടെ എല്ലാത്തിനും കഴുത്ത് പോയി, കഴുത്ത് പോയി എടുക്കണേ എന്ന് പറഞ്ഞ് നൂറേനെ കുറേ പേര് പിടിക്കുന്നുണ്ട്. എല്ലാം കൂടെ ആകെ ബഹളമായി, അടിപിടി ബഹളം. എല്ലാം കഴിഞ്ഞിട്ട് ആരൊക്കെയോ മറ്റേ രേണുവിൻ്റെ ക്യാപ്പ് വലിച്ച് പറിച്ച് പകുതി മുറിച്ചിട്ടൊക്കെ കൊണ്ടുപോയി. പിന്നെ ജിസേലിൻ്റെയും ക്യാപ്പ് കൊണ്ടുപോയി. അങ്ങനെ ലാസ്റ്റ് ജിസേൽ എല്ലാത്തിനും ഡാമേജ് ആയിട്ടാണ്. ജിസേലിനൊക്കെ കൈ ഡാമേജായി നേരെ മെഡിക്കൽ റൂമിലേക്കൊക്കെ പോയി. അങ്ങനെ രേണുവിൻ്റെയും ജിസേലിൻ്റെയും ക്യാപ്പാണ് പോണത്. ആ 2 ടീമും ഔട്ടായി. പിന്നെ അക്ബറും അപ്പാനിയും കൂടെയുള്ള സംസാരമുണ്ട്. അക്ബർ നിങ്ങൾ പിന്നെ ഇന്നലെ തോറ്റ ടീമായതുകൊണ്ട് കുഴപ്പമില്ല. അപ്പാനി പറഞ്ഞു ഇന്നലെ തോറ്റ ടീമായതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കണ്ടായിരുന്നു, നിങ്ങളുടെ ടീമും കൂടെ തോറ്റു പോകണേന്നും പറഞ്ഞ് പ്രാർത്ഥിക്കണ്ടായിരുന്നൊക്കെ പറയാം. പിന്നെ നമ്മുടെ റെനയും ബിന്നിയും കൂടെ ഒരു ചെറിയ ടോക്ക് പോലെ. റെന പറഞ്ഞു നിൻ്റെ പല്ല് ഞാൻ ഇടിച്ചു പൊട്ടിച്ചേനേന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അന്ന് നീ ഇടിച്ചു പൊട്ടിക്കുക കാണിച്ച് ഇടിച്ചു പൊട്ടിക്കുക എന്നൊക്കെ നമ്മുടെ ബിന്നി പറയുന്നുണ്ട്. അപ്പം ബസർ അടിക്കട്ടെ, അപ്പം ഞാൻ ഇടിച്ചു പൊട്ടിക്കാം. കൂമ്പിനിട്ട് ഇടിച്ചാലും ഒരു കുഴപ്പമില്ല, ഇതല്ലേ ഗെയിമല്ലേ, അതല്ല അപ്പോൾ ഫിസിക്കലായിട്ട് എടുക്കില്ല. ഗെയിമിൻ്റെ ഇടയ്ക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ലല്ലോ. അപ്പം നീ മറ്റേ എന്താണ് ഈ ഗ്രൂപ്പിൽ നിന്നിട്ടല്ലേ നിനക്ക് കളിക്കാൻ അറിയുമോ, അല്ലാണ്ട് തനിയെ കളിക്കാൻ അറിയില്ലോ എന്ന് പറയും റെനയെടുത്ത് പറയും. അപ്പം റെന പറയും നിനക്കും അങ്ങനെ തന്നെയല്ലേ അറിയുള്ളൂ, ഗ്രൂപ്പായിട്ട് കളിക്കാനല്ലേ അറിയുള്ളൂ. ഞാനേ ടാസ്കിൻ്റെ സമയത്ത് ഒരു ചേട്ടന്മാരെയും വിളിക്കാറില്ല, ഞാൻ ഒറ്റയ്ക്ക് ഇന്ന് തന്നെ ടാസ്ക് കളിക്കണമെന്നൊക്കെ ബിന്നി പറയണ്ട. അങ്ങനെ ഒരാവശ്യമില്ലാതെ 2 കൂടെ അടി ഉണ്ടാക്കുന്നുണ്ട്.
അതിലിരുന്ന് പറയുന്നുണ്ട് നമ്മൾ ഈ ലക്ഷ്മി ഭയങ്കര അറ്റാക്കിംഗ് ആണ്, വിചാരിച്ച പോലെയല്ല, ഭയങ്കര അങ്ങനെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ലക്ഷ്മിയും ജിഷിനും കൂടെ എന്ന് സംസാരിക്കുക, ഈ നവീൻ അവിടെ ഇങ്ങനെ ഒളിച്ച് നിൽക്കുന്നുണ്ട്, ആരെങ്കിലും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ പ്രൊട്ടക്ഷൻ മോഡിലേക്ക് പോകണം, അറ്റാക്ക് ചെയ്യാൻ നിൽക്കരുത്, നമ്മൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കണം. ജിഷിൻ പറയാൻ പറ്റില്ല, ഞാൻ ചിലപ്പോൾ ഒന്ന് മറ്റേതാണ് ഇതിലേക്ക് പോകും, ഫൈറ്റ് മോഡിലേക്ക് പോകും എന്നൊക്കെ ജിഷിൻ പറയുന്നുണ്ട്. പ്രവീണും അക്ബറും ആദിലയും കൂടെ സംസാരിക്കാനുണ്ട്. അപ്പോൾ പ്രവീൺ പറയാം, ബ്രോ എനിക്കിട്ടൊരു ഇടി ഇടിച്ച് എൻ്റെ വയറ് അങ്ങ് പോയി, ഞാൻ ബ്രോയിനിങ്ങനെ പിടിച്ചിരിക്കുകയായിരുന്നു, ആ റിവേഴ്സ് ആക്ഷനായിരുന്നു, അത് പെട്ടെന്ന് അങ്ങനെ വന്നു പോയതാണ്, മനഃപൂർവ്വം ചെയ്താന്ന് ഞാൻ പറയണില്ല, എന്നാലും ഒരു ഇടി ഇടിച്ചിട്ട് ഞാനിവിടെ അങ്ങനെ ഇരുന്ന് പോയി എന്ന് പറയും. അപ്പോൾ അക്ബർ പറയും, എന്ത് ചെയ്യാനാ, കളിക്കുന്നത് ആകെ ഞങ്ങളുടെ ടീമിലാകെ 2 പേരേ ഉള്ളൂ, അതായത് രേണു ഉള്ളത് ഇല്ലാത്ത ഒരേപോലെ എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞത്. ഞങ്ങളുടെ ടീമിലാകെ 2 പേരേ ഉള്ളൂ, അതിൽ രേണു ഞാൻ എന്താണ് തല ഇങ്ങനെ പിടിച്ചിട്ടാണ് ഞാൻ ഓരോ സ്ഥലത്തേക്ക് പോണത്. അപ്പോഴേക്ക് അയ്യോ എൻ്റെ തല എന്ന് പറഞ്ഞാൽ അവിടെ കിടന്ന് നല്ലത്, എൻ്റെ മുടി വലിക്കല്ലേടാ എന്ന് പറഞ്ഞാൽ നല്ലത്. ഞാൻ ആ ക്യാപ്പോടെ എങ്ങനെയോ പിടിച്ചോണ്ട് കൊണ്ടുപോവാണ്. അവിടെ മറ്റേ എന്ന് പറഞ്ഞാൽ ബസറടിക്കുമ്പോൾ തന്നെ ഇവിടെ കുഴഞ്ഞു വീണെന്ന് രേണുവിനെ പറയട്ടെ. അയ്യോ ആ സീൻ നല്ല അടിപൊളി സീനാണ് കേട്ടോ. അപ്പം തന്നെ അങ്ങോട്ട് കുഴഞ്ഞു വീണു, പിന്നെ ഞാൻ അങ്ങോട്ട് തലയോടെ അങ്ങനെ വലിച്ചോണ്ട് പോവാണ്, ഒരു രക്ഷയില്ല എന്നൊക്കെ പറഞ്ഞു. നല്ല അടിപൊളി സൂപ്പർ സീനാണ് അത്. നവീനും അനുമോക്കും ആ ഫുൾ ഡേ സംസാരിക്കാൻ പാടില്ല എന്നുള്ള ടാസ്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. നവീൻ അവിടുന്ന് എന്നൊക്കെ പറയുന്നുണ്ട്. അനുവാണെങ്കിൽ പിന്നെ ഒന്നും മിണ്ടുന്നില്ല, ഫുൾ ആ ഒരു പാവയും കൊണ്ട് ഇങ്ങനെ നടപ്പാണ്. അപ്പനാണെങ്കിൽ പുറകെ നടന്ന് ഇങ്ങനെ പ്രാന്ത് പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കുറേ ആക്ഷൻ അങ്ങോട്ട് കാണിക്കുന്നുണ്ട്, കണ്ണ് കുത്തിപ്പൊടിക്കും, കൈയും കാലും വെട്ടും, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ആക്ഷൻ കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എന്തോ മന്ത്രവാദം പോലെ കുറേ മന്ത്രവാദമൊക്കെ ശപിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, മണ്ണ് വാരി എടുത്തിട്ട് ശപിക്കണ പോലെയൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ കുറേ എന്താ പറയുക, കുറേ സ്ക്രീൻ സ്പേസ് അങ്ങനെ കിട്ടി. അപ്പാനിങ്ങനെ പുറകെ നടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നവീൻ മസ്താനിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് എന്താണ്, നിനക്ക് മാത്രം ഞാൻ സൂപ്പർ പവേഴ്സൊക്കെ തരുള്ളൂ, ഐ ആം ദ ക്യാപ്റ്റൻ, ഞാൻ ഡിസൈഡ് ചെയ്യണ പോലെ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ, അപ്പം ഞാൻ നിനക്ക് മാത്രമേ സൂപ്പർ പവേഴ്സ് തരുള്ളൂ, നിനക്ക് സൂപ്പർ പവർ കിട്ടുന്നത് എനിക്കൊന്ന് കാണണം എന്നൊക്കെ പറയണം. അപ്പോഴേക്കും മസാല മിണ്ടാണ്ടിരിക്കും, നമ്മുടെ പ്ലാനിങ് ഒന്നും ബിഗ് ബോസ് കേൾക്കണ്ട, പിന്നെ അതൊക്കെ കുളമാക്കി തരുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ക്യാമറ നോക്കിയിട്ട് നവീൻ ഇങ്ങനെ കാണിക്കുമ്പോഴേക്കും അവിടെ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു, നവീൻ നിങ്ങൾ ആ ടാസ്ക് മറന്നോ, നിങ്ങൾക്ക് സംസാരിക്കാൻ പാടില്ല. അപ്പം ഞാൻ എന്ന് പറയുമ്പോൾ സംസാരിക്കാൻ പാടില്ല, ആംഗ്യഭാഷ മാത്രം. അപ്പം എന്നും പറഞ്ഞിങ്ങനെ ചിരിച്ചു കാണിക്കുന്നു. മസ്താനി അവിടെ പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഡൈനിങ് ടേബിളിൽ നിന്ന് ഷാനവാസൊക്കെ ഭക്ഷണം കഴിക്കുക, ഷാനവാസ് അനുവൊക്കെ ഭക്ഷണം കഴിക്കാൻ കേട്ടോ. അപ്പോൾ അനുവിൻ്റെ ഡോളിനെ കണ്ട് പിടിക്കാൻ പോയിട്ട് അനു എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ഷാനവാസിനെ. അപ്പോൾ ഷാനവാസിന് നിനക്ക് നന്ദി എന്ന് പറഞ്ഞൊരു സാധനമില്ല, ഞാനാണെങ്കിൽ എന്താ ചെയ്ത് നിൻ്റെ ആ ഡോൾ ആ പാവക്കുട്ടീനെ എടുത്താൽ അതാണ് എത്ര വലിയ കാര്യം, എൻ്റെ കൈ മുഴുവൻ മാന്തി വെച്ചിരിക്കുകയാണ്, എൻ്റെ പുറമൊക്കെ മാന്തിയിരിക്കുകയാണ്, നിൻ്റെ ക്യൂട്ട്നെസ്സും ഈ പാവ വെച്ചിട്ടുള്ള കളിയിൽ നിന്ന് ആർക്കും കണ്ടാൽ മനസ്സിലാവില്ലെന്നാണ് നീ വിചാരിച്ചത്, അധികം ഒന്നും നീ കാണിക്കാൻ വേണ്ടി നിൽക്കണ്ട കേട്ടോ. പിന്നെ ഇത് ടാസ്കിൻ്റെ ഇടയ്ക്ക് ഞാൻ നിന്നെ വലിച്ചു മാറ്റി, അതാണോ നിൻ്റെ പ്രശ്നം, നീ ഒരു സ്ത്രീയാണ്, നിൻ്റെ ദേഹത്ത് തുടരുന്നത് എനിക്ക് നല്ലോണം അറിയാം, അതുകൊണ്ട് നിൻ്റെ പാവനെ മാത്രമേ പിടിച്ചിട്ടുള്ളൂ, പക്ഷേ ടാസ്കിൻ്റെ സമയത്ത് നിൻ്റെ കൈ പിടിച്ച് ഞാൻ വലിച്ചു മാറ്റി, അതാ രേണു പാവം അത് വയ്യാണ്ടിരിക്കുക, അതിൻ്റെ മുകളിൽ കയറി കിടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനെ രക്ഷിക്കേണ്ട എനിക്ക്, അത് ടാസ്കിൻ്റെ ഭാഗമാണ്, എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല, അതിൻ്റെ കയ്യിൽ പിടിക്കാനുള്ള റൈറ്റ്സ് എനിക്കുണ്ട് ടാസ്കിൻ്റെ ഭാഗമായിട്ട്, അത് മാത്രം ചെയ്തിട്ടുള്ളൂ, അതിനിങ്ങനെ മാന്തി പൊളിച്ച് വെക്കുക, ഒരു നന്ദി എന്ന് പറഞ്ഞൊരു സാധനം നിനക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഷാനവാസ് ഇരുന്ന്. അപ്പം അനുവിനെ തിരിച്ചൊന്നും പറയാൻ പറ്റില്ല, അനു ഇങ്ങനെ കുറേ ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ട്, വലിയ ക്യൂട്ട്നെസ്സും വലിയ പാവ വെച്ചിട്ടുള്ള ഇതൊന്നും നീ കാണിക്കാൻ വേണ്ടി നിൽക്കണ്ട കേട്ടോ എന്നൊക്കെ ഷാനവാസ് പറയുന്നുണ്ട്. പിന്നെ KP നമ്പൂതിരീസിൻ്റെ ഏറ്റവും ബെസ്റ്റ് ടീത്ത് ഏതാണെന്നൊക്കെ കണ്ടുപിടിച്ച് അങ്ങനെ ജിസേലിന് ആണ് അതിൻ്റെ പ്രൈസ് കിട്ടുന്നത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ നമ്മുടെ മെയിൻ ഡോർ തുറക്കുന്നു, സ്പൈക്കുട്ടൻ നേരെ കയറുന്നു, സ്പൈക്കുട്ടൻ ഓടി വരുന്നു, എല്ലാവരും സ്പൈക്കുട്ടാ വാ വെൽക്കം, ഇവൻ കുറച്ച് ജാടയായോ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും പുറകെ നടക്കുന്നുണ്ട്. ലാസ്റ്റ് സ്പൈക്കുട്ടൻ വന്ന് നവീൻ്റെ മുമ്പിൽ പോയി നിന്നിട്ടും നവീനെ വരട്ടണ പോലെ ഇങ്ങനെ നേരെ നിന്നൊക്കെ കാണിക്കും. നവീൻ എന്ന് പറഞ്ഞ് കിടന്ന് ഭയങ്കര ബഹളം. എന്നിട്ട് എന്താണ് സത്യം പറ, നീ എന്താ ചെയ്തത്, നീ എന്താണ് അടിച്ചു മാറ്റിയെന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ഞാൻ കുറച്ച് പഞ്ചസാര മാത്രം എടുത്തിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പഞ്ചസാര എടുത്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് സ്പൈക്കുട്ട നേരെ ഫ്രണ്ടിൽ ടിവിയുടെ പ്ലാസ്മ ടിവിയുടെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുക. അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു സ്പൈക്കുട്ടിന് തിരിച്ചു പോകാൻ ഡോറ് തുറന്നു കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് ഡോറ് തുറന്നു കൊടുത്തു. എന്നിട്ട് സ്പൈക്കുട്ടിന് എന്തിനാണ് വന്നതെന്ന് നിങ്ങൾക്ക് അറിയുമോ എന്നേക്ക്. അപ്പോൾ ആ പഞ്ചസാര കട്ടത് കണ്ടുപിടിക്കാൻ, അതല്ല ഇവിടെ ആരൊക്കെയാണ് പകൽ ഉറങ്ങുന്നത്, ആരൊക്കെയാണ് ഇത് നിയമം തെറ്റിക്കുന്നത്, പിന്നെ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്
സ്പൈക്കുട്ടൻ വന്നത്. ഇവിടെ പലരും നിങ്ങൾ ഇത് എല്ലാവരും 24 hours നമ്മുടെ പ്രേക്ഷകർ കാണുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ നിങ്ങൾ പകൽ ഉറങ്ങുന്നത് കാണാൻ വേണ്ടിയിട്ടല്ല പ്രേക്ഷകർ ഇരിക്കുന്നത്. അപ്പോൾ ഈ നിയമങ്ങളെല്ലാം പാലിക്കാൻ നമ്മുടെ ക്യാപ്റ്റൻ തന്നെ എല്ലാം തിരിച്ചിട്ടുണ്ട്, എല്ലാ നിയമങ്ങളും തിരിച്ചിട്ടുണ്ട്. അപ്പോൾ പകൽ ഉറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് നവീന് ഉറങ്ങിയതുകൊണ്ട് നവീന് ശിക്ഷയുണ്ട്. ഈ ലൈറ്റ് ഓഫ്സിന് ശേഷം ആ ഗ്രൗണ്ട് ഏരിയയിൽ പോയിട്ട് 100 പ്രാവശ്യം റൗണ്ട് അടിക്കണം. ഓരോ റൗണ്ട് കഴിയുമ്പോഴും ഇനി ഞാൻ ഇങ്ങനെ പകൽ ഉറങ്ങില്ല എന്ന് ബോർഡിൽ എഴുതണം. അങ്ങനെ 100 പ്രാവശ്യം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ശിക്ഷ കിട്ടി. നവീൻ എന്ന് പറഞ്ഞ് വായം പൊളിച്ചിരിക്കുന്നുണ്ട്. അടുത്തത് തുടർക്കഥ എന്ന് പറഞ്ഞൊരു ടാസ്ക്കാണ് കേട്ടോ. ഈ വൈൽഡ് കാർഡ് എൻട്രീസിന് കൊടുത്ത ടാസ്ക്കാണ്. അവർക്ക് 3 ദിവസമായിട്ട് നടക്കുന്ന ടാസ്ക്കാണിത്. അവർക്ക് 10 മിനിറ്റ് വീതം ഓരോ ആൾക്കാർക്കും, എല്ലാവർക്കും ഈക്വലായിട്ട് ടൈം കിട്ടണമെന്ന് നിർബന്ധമില്ല എന്ന് പറയുന്നുണ്ട്. 10 മിനിറ്റ് വീതം എല്ലാവർക്കും കൊടുക്കും അവരുടെ ജീവിതകഥ പറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ 3 ദിവസം കൊണ്ട് ഈ ജീവിതകഥ പറയണം. ബാക്കി ഈ 5 വൈൽഡ് കാർഡ് എൻട്രീസ് അല്ലാതെ ബാക്കി എല്ലാവരും വിധികർത്താക്കളായിരിക്കും. അപ്പോൾ ഇതിൽ ഏറ്റവും ബെസ്റ്റ് സ്റ്റോറി പറയുന്ന ആരാണോ, ബെസ്റ്റായിട്ട് സ്റ്റോറി പറയുന്ന ആരാണോ അയാൾക്ക് നോമിനേഷൻ ഫ്രീ കാർഡാണ് കൊടുക്കുന്നത്. ബാക്കി എല്ലാവരെയും ഡയറക്റ്റ് നോമിനേഷനിലേക്ക് അടുത്ത ആഴ്ച മുതൽ പോകുന്നതായിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ജിസേലിനും അനുവിനും ജയിലിൽ പോകാനുള്ള ടൈമായിട്ടാണ്. പിന്നെ അത് കഴിഞ്ഞ് കാണിക്കുന്ന മസ്താനി ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. നമ്മൾ പണ്ട് നമ്മുടെ ശാരിക ഉണ്ടാകുന്ന സമയത്ത് ഇൻ്റർവ്യൂ നടത്തിയില്ലേ, മറ്റേ ഹോട്ട് സീറ്റ് എന്നൊക്കെ പറഞ്ഞാൽ, അതുപോലെ മസ്താനി ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളാണല്ലോ. അപ്പോൾ മസ്താനിയുടെ വക ഇൻ്റർവ്യൂ നവീനാണ്. നവീൻ ആദ്യം ജിസേലായിട്ടിരിക്കുന്നു, പിന്നെ അനുവായിട്ടിരിക്കുന്നു. നല്ല രസമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് നവീൻ, നല്ല ഭംഗിയായിട്ടുണ്ട്. പിന്നെ ജിസേൽ അനുവും കിടക്കുന്ന ജയിലിൽ ബെന്നി വന്ന് നിന്നിട്ട് പുറത്ത് നിന്നിട്ട് പറയണ്ട, ഈ അനു നീ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നീ ഇവിടെയുള്ള ഓരോ ആൾക്കാരെ പറ്റിയിട്ടും പഠിച്ച് എങ്ങനെയാണ് സ്വഭാവം, എത്രയാണ് വയസ്സ്, എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടാണ് നീ വന്നതെന്നൊക്കെ നീ പറഞ്ഞിട്ടുണ്ട്. ഈ ആര്യന് 23 വയസ്സേ ഉള്ളൂ എന്നറിയാം, എന്നിട്ടും നീ ഒരു ലവ് സ്ട്രാറ്റജി അവൻ്റെ അടുത്ത് കാണിച്ചിട്ടുണ്ട്. അവനും തിരിച്ചിങ്ങോട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പം എവിടെ അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു. ആര് പറഞ്ഞു, നമുക്ക് എല്ലാവർക്കും കാണുമ്പോൾ അറിയാം നീ എത്രയോ പ്രാവശ്യം അങ്ങോട്ട് ഫ്ലേർട്ട് ചെയ്യണം കണ്ടിട്ടുണ്ട്, തിരിച്ച് അവനും ഫ്ലേർട്ട് ചെയ്യണം ഞങ്ങൾ കണ്ടിട്ടുണ്ട്. നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ശൈത്യ പറഞ്ഞിട്ടുണ്ട് നീ അങ്ങനെ ലവ് ട്രാക്ക് ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. തന്നെയല്ല അവൾ പറഞ്ഞ മാത്രമല്ല ഞങ്ങളും കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറയും. അങ്ങനെയൊന്നുമില്ല ഞാൻ അപ്പം ഇത് പറയാൻ നേരത്തെ നീ ചില സമയത്ത് ബ്ലഷ് ആവും, ചില സമയത്ത് അവൻ പാൽക്കുപ്പിയല്ലേ എന്ന് പറയും. അങ്ങനെ ഓരോ സമയത്ത് ഓരോന്ന് പറയും. നീ തന്നെയാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്, ഞങ്ങൾക്ക് അതൊക്കെ മനസ്സിലായി എന്നൊക്കെ പറഞ്ഞ് ബിന്നി പറയാണ്. അപ്പോൾ ജിസേലും പറയും അതെ 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 ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ആര്യൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇത് ജിസയിലായിട്ട് സംസാരിക്കരുത്, എനിക്കത് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിൻ്റെ ജിസയിൽ എന്ന് പറയും. ഞാൻ പറഞ്ഞിട്ടുണ്ട് നിൻ്റെ ജിസയിലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും. അത് തന്നെ പറഞ്ഞത് നീ, പക്ഷേ എന്താണ് എനിക്ക് അങ്ങനെയൊന്നുമില്ല എൻ്റെ അനിയനെ പോലെ എന്നൊക്കെ നീ പറയുകയും ചെയ്യും, പക്ഷെ നീ ഫ്ലേർട്ടും ചെയ്തിട്ടുണ്ട്, അതില്ലാന്ന് നീ പറയരുതാനോ, നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഞങ്ങളും കണ്ടിട്ടുണ്ടെന്നൊക്കെ ബിന്നിരുന്ന് പറയാനേ. നവീൻ അവിടെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടിരിക്കേണ്ട. അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു, നവീൻ നിങ്ങളുടെ ശിക്ഷയുടെ സമയമായി, നിങ്ങൾക്ക് 100 റൗണ്ട് ഓടാമെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടിരിക്കുകയാണ് ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓടുന്നുണ്ട്. എൻ്റെ ഓടി ഇങ്ങനെ എഴുതുകയാണ് ബോർഡിൽ, ഞാനിനി പകലുറങ്ങുന്നതല്ല എന്നൊക്കെ എഴുതുക. അപ്പോഴേക്കും മറ്റേ ജിഷിൻ വന്ന് ചൊറിയാൻ വേണ്ടി, എടാ ഞാൻ ശരിക്കും എഴുതാ അക്ഷരത്തെറ്റ് വെക്കല്ലേ ബിഗ് ബോസ്, അക്ഷരത്തെറ്റിന് ഇവന് 2 റൗണ്ട് കൂടുതൽ കൊടുക്കണം എന്ന് പറഞ്ഞു. നവീൻ അങ്ങനെ പ്രാന്ത് പിടിച്ചിട്ടേ. നവീൻ പറഞ്ഞു, താനേ എൻ്റെ ടീമിലല്ലേ, ഞാനാണ് ആ ടീമിൻ്റെ ക്യാപ്റ്റൻ, മറ്റേ ഗെയിം ഉണ്ടല്ലോ, ഗെയിം തൊപ്പി വെച്ചിട്ടുള്ള ഗെയിം കിരീട യുദ്ധം, അപ്പോൾ അതിനകത്ത് ഞാനാണ് ക്യാപ്റ്റൻ, തനിക്ക് ഇമ്മ്യൂണിറ്റി വേണമല്ലോടാ, ഞാൻ തരാടോ, ഞാൻ തനിക്ക് ഇമ്മ്യൂണിറ്റി ഞാൻ തരാം, താനെ എങ്ങനെ സൂചിച്ചിരിക്കണ്ട, താൻ 3 ആഴ്ച എങ്ങനെ ഇമ്മ്യൂണിറ്റി കിട്ടിയിട്ട് വെറുതെ ഇരുന്ന് ഫുഡ് വെട്ടി വേണമെങ്കിൽ എങ്ങനെ ഇരിക്കാമെന്ന് വിചാരിച്ചില്ല, തനിക്ക് ഒരു സാധനം ഞാൻ തരുള്ളൂ, ഞാനുണ്ടോ ക്യാപ്റ്റൻ, ഞാൻ തീരുമാനിക്കും ആർക്ക് കൊടുക്കും, ഞാൻ ലക്ഷ്മിക്ക് കൊടുക്കും, തനിക്കാൻ തരുള്ളൂ കേട്ടോ. അപ്പം നീ അങ്ങനെ തെണ്ടിത്തരം കാണിക്കുന്നത് എനിക്കറിയാം, നിന്നെ എനിക്ക് വിശ്വാസമില്ല. എന്നെ വിശ്വസിക്കുന്നിടത്ത് ആരാണ്ടോ പറഞ്ഞത്, താൻ എന്നെ വിശ്വസിക്കണ്ട, ഇവന് ഞാൻ ഇമ്മ്യൂണിറ്റി കൊടുത്തെങ്കിൽ എന്നെ ഇതിങ്ങനെ വിളിച്ചോ എന്നൊക്കെ പറഞ്ഞു നവീൻ അവിടെ നിന്ന് പറയുന്നത്. അപ്പോൾ നല്ല കാര്യമുണ്ട്, വെറുതെ ചൊറിയാതെ അയാളെ സോപ്പിട്ടിരുന്നെങ്കിൽ ഇയാൾക്കും കൂടെ എന്തെങ്കിലുമൊക്കെ പവർ കിട്ടിയാണ്. ഇപ്പം അയാളുടെ കയ്യിലാണല്ലോ, അതൊന്നും ചിന്തിക്കണമൊന്നുമില്ല കേട്ടോ. അങ്ങോട്ട് സ്വന്തം ടീം ഈ അറ്റ്ലീസ്റ്റ് ഈ ഗെയിം കഴിയണവരെങ്കിലും ഒന്ന് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാം. പിന്നെ തന്നെയല്ല ക്യാപ്റ്റനും ആണല്ലോ, അപ്പോൾ അതിനും ഉള്ള പരിപാടി ജിഷിന് കിട്ടി. അതുകൊണ്ട് പിന്നെ നവീൻ പിന്നെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലാസ്റ്റ് 10 റൗണ്ടായി. 10ാമത്തെ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ജിഷിൻ പറഞ്ഞു, ഇനി ഒരു 90 കൂടെ ഉള്ളൂ എന്ന് പറഞ്ഞു. താൻ മിണ്ടാണ്ടിരിക്കണോ എന്ന് പറയുന്നത് നവീൻ. അപ്പോഴേക്കും ബിഗ് ബോസ് ചോദിച്ചു, നവീൻ എത്രയായി എന്ന് ചോദിച്ചു. അപ്പോൾ 10 റൗണ്ടായി ബിഗ് ബോസ് എന്ന് പറഞ്ഞു. ഓക്കെ തൽക്കാലം ഇത്ര മതി, പക്ഷേ ഇത് എല്ലാ പ്രാവശ്യവും ഇതേ ഇളവുണ്ടാവും എന്ന് പ്രതീക്ഷിക്കേണ്ട. ശരി, താങ്ക് യു ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞ് നിർത്തുന്നുണ്ട് കേട്ടോ.
പിന്നെ ആര്യനും ജിസേലും കൂടെ സംസാരിക്കട്ടെ. ആര്യം പറയും, നീ ഇങ്ങനെ അപ്സെറ്റ് ആവാനൊന്നും നിൽക്കരുത്, വയൽക്കാട് അങ്ങനെ പലതും പറയും, അതൊന്നും നമ്മൾ നോക്കണ്ട. എന്നെ കണ്ടില്ലേ, ലാലേട്ടൻ ഡയറക്റ്റായിട്ട് പറഞ്ഞിട്ടും ഞാനങ്ങ് വിൽ പവറിൽ നിൽക്കണില്ലേ, നമ്മളുടെ ഗ്രാഫ് ഇങ്ങനെ മുകളിലേക്ക് പോകണം, അല്ലാതെ അത് കേട്ട് നമ്മൾ ഡൗൺ ആവുകയല്ലേ ചെയ്യേണ്ടത് എന്ന് പറയാം. അപ്പം അത് ശരിയാണ്, പ്രേക്ഷകർക്ക് അത് തന്നെയാണ് ഇഷ്ടം, അങ്ങനെ തന്നെ നോക്കണം, വയൽക്കാട് അങ്ങനെയൊക്കെ പലതും പറയും, അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേ വേണ്ട എന്ന് പറയണ്ട. കറക്റ്റാണ് പറഞ്ഞത്. കാരണം ഇവർ ഗെയിം തെറ്റിക്കാൻ വേണ്ടിയിട്ട് റോങ് ആയിട്ടും പറയാം, സത്യമാണോ അല്ലയോ എന്നറിയില്ലല്ലോ. പിന്നെ അതുപോലെ ജിസേൽ പറഞ്ഞു, ഷാനവാസ് വളരെ ഡൗൺ ആയിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ പാടില്ല, അപ്പാനി ഉണ്ടല്ലേ, എൻ്റെ ഫാമിലി ഉണ്ട്, അങ്ങനെ പ്രശ്നം ഇങ്ങനെ പ്രശ്നം, അങ്ങനെ ചിന്തിക്കുക നല്ല ജോളിയായിട്ട് മുന്നോട്ട് അങ്ങോട്ട് പോകണമെന്നൊക്കെ പറഞ്ഞ് ആര്യനെ ഉപദേശിക്കുന്നുണ്ട് ജിസേലിനെ. അതിലേയും ഷാനവാസും കൂടെ സംസാരിക്കുകയാണ്. അപ്പോൾ അതിൽ പറയാം, എനിക്ക് ശൈത്യയുടെ പണ്ടത്തെ ഒരവസ്ഥയാണ് എനിക്കിപ്പം. ഇപ്പം അനുവിൻ്റെ കൂടെ നിന്നിട്ട് അവൾ ചെയ്യണ പലതും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അവളുടെ കൂടെ നിൽക്കാനും വയ്യ, നിന്ന് കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാനും വയ്യ, അങ്ങനത്തെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലാണ് ഞാൻ നൂറേനെ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യിപ്പിക്കാറില്ല. നൂറേടുത്ത് ഞാനത് പറയാറ് തന്നെ ഇല്ല, ശൈത്യത്താണ് പറയുന്നത്. കാരണം അവളും സെയിം സിറ്റുവേഷൻ കഴിഞ്ഞിട്ട് വന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ കറക്റ്റാവും, അവൾക്ക് ഞാൻ പറഞ്ഞ എൻ്റെ സിറ്റുവേഷൻ കറക്റ്റായിട്ട് മനസ്സിലാവുണ്ടാവും. പക്ഷേ നൂറ് വളരെ സ്ട്രോങ് ആണ്, എൻ്റെ പോലെയല്ല. ഞാൻ ഈ കാണിക്കൽ മാത്രമേ ഉള്ളൂ സ്ട്രോങ് ആണെന്ന്, പക്ഷേ ഞാൻ ഉള്ളിൽ അത്ര സ്ട്രോങ് ഒന്നുമല്ല. പക്ഷേ നൂറ് അവൾക്കറിയാം എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, അവൾ ഇതിനൊന്നും നിൽക്കുകയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവളെ ഇൻവോൾവ് ചെയ്യിപ്പിക്കില്ല. ഞങ്ങളെന്തായാലും 2 പ്ലേയേഴ്സായിട്ടല്ലേ ഇപ്പോൾ കളിക്കണേ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നിൽക്കുന്നൊന്നുമില്ല. ഇപ്പം ഞാൻ ശരിക്കും ചെകുത്താനെ കടലിൽ നടക്കുക എന്നുള്ളൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. എന്ത് ചെയ്യണം, തള്ളാനും വയ്യ കൊള്ളാനും വയ്യ, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. പക്ഷേ ഞാൻ നൂറേനെ അങ്ങനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കണില്ല എന്നൊക്കെ പറയാണ്. ഷാനവാസ് അതേലേ എന്ന് പറഞ്ഞാൽ എല്ലാം കേട്ടോണ്ടിരിക്കണ്ടേ. അപ്പുറത്ത് വൈൽഡ് കാർഡ്സ് എല്ലാം കൂടെ ഭയങ്കര പ്ലാനിങ് ആണ് കേട്ടോ. അതിനകത്ത് മറ്റേ പ്രവീൺ പറയാം, ആ ഷാനവാസ് നല്ല കണ്ണിങ് പ്ലെയറാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ടാണ്, നമ്മുടെ ആരാണ്, ജിഷിൻ്റെ ഫ്രണ്ടാണെന്ന് ലക്ഷ്മി പറയാണ്. ഫ്രണ്ടാണോ എന്തോ ആയിക്കോട്ടെ. അപ്പോൾ ജിഷി പറയാം, എന്ത് ഫ്രണ്ടെന്ന് പറഞ്ഞിട്ട് നേരം നോക്കിയാൽ എത്ര നേരം ഷാനവാസ് അവിടെ അതിലെ നൂറായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കണേ, എന്നെ ഇവിടെ വന്നിട്ട് അങ്ങനെ അധികം സംസാരിക്കാനോ ഒന്നും അങ്ങനെ നിൽക്കാറൊന്നുമില്ല. പിന്നെ ആ ടാസ്കിൻ്റെ സമയത്ത് അവൻ എൻ്റെ അടുത്ത് അങ്ങോട്ട് മലത്തി അടിച്ചു എന്നൊക്കെ പറയണേ. അത് കഴിഞ്ഞിട്ട് ഇവർ ഭയങ്കര പ്ലാനിങ് അറിയാം. മറ്റേ ഇത് മസ്താനിയെടുത്ത് ലക്ഷ്മി ചോദിക്കണേ, നിനക്ക് ആ ഭിന്നിയായിട്ട് നടക്കാൻ പറ്റുമോ? അത് നോക്കാം, അതിനെപ്പറ്റി ആലോചിക്കണം. അപ്പോൾ മറ്റേ റേനയുടെ കാര്യം പറയില്ലേ, വെറുതെ വെറുപ്പിക്കലാണെന്ന് പറയണ്ട കേട്ടോ. എന്തായാലും നമുക്ക് നമ്മൾ ഇന്ന് ആ ടാസ്കിൽ കുറേ സാധനങ്ങൾ എടുത്തുകൊണ്ട് വന്നപ്പോൾ ഇവരെല്ലാവരും ഞെട്ടി, ബ്ലൈൻഡ്സ് വെച്ച് കണ്ണടച്ചിട്ട് പോലും നമ്മൾ ഇത്രയും സാധനങ്ങൾ എടുത്തുകൊണ്ട് വന്നു. അതൊരു ചെറിയ ജയമാണെങ്കിൽ അവർക്ക് നല്ലോണം കൊള്ളുന്നുണ്ട്, അവർ ചീട്ടുകൊട്ടാരം പോലെ വീഴും. നമ്മൾ ഒരുമിച്ച് നിന്നിട്ട് ഓരോന്നിനും താഴെ മുതൽ അങ്ങോട്ട് കട്ട് ചെയ്ത് പോകണം. അപ്പോൾ ആദ്യം നമുക്ക് രേണുവിനെ വിട്, രേണുവിനെ വേണ്ട, ശൈത്യം ഇപ്പോൾ പോകാൻ വേണ്ടി നിൽക്കാം, മേക്കപ്പൊക്കെ ചെയ്ത് സന്തോഷമായിട്ടുള്ള സമയത്ത് നിൽക്കട്ടെ, അതൊന്നും വേണ്ട, കുഴപ്പമൊന്നുമില്ല. രേണു ആണെങ്കിലും കളിച്ചിട്ടൊന്നുമല്ല, ആളുകൾ ഇങ്ങനെ നിർത്തണോണ്ട് നിൽക്കണം, അല്ലാതെ ഒന്നുമല്ല. അതല്ലാതെ നമുക്ക് ബാക്കി വേറെ പ്ലാൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്ലാനിങ് നടക്കുന്നുണ്ട് വൈൽഡ് കാർഡ് എൻട്രീസിൻ്റെ. അതോടെ ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞു. പിന്നെ BB+ ആണേ. ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് നവീൻ്റെ ക്യാപ്പ് കാണാനില്ല, എല്ലാവരും ക്യാപ്പ് അവിടെ ഇവിടെയൊക്കെ പല സ്ഥലത്തും തപ്പി നടക്കുന്നുണ്ട്. ഇത് ഏത് മണ്ടനാണ്, ഏത് മരവാഴിയാണ് എടുത്തുകൊണ്ട് പോയത്? കൃത്യമായിട്ട് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട്, ആ ബസർ ടു ബസറാണ് ഈ റൗണ്ട്, അതിനുശേഷം ആരും അടിച്ചു മാറ്റാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ആ ഹുക്കിലുള്ള നമുക്ക് എടുത്താൽ പോരെ, അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ലക്ഷ്മി എല്ലാവരും അന്വേഷിച്ച് നടക്കുന്നുണ്ട്, നവീൻ എവിടെയാണ് വെച്ചത്. അപ്പോൾ നവീൻ കാണിച്ചു കൊടുക്കുന്നത് ഇവിടെ, നവീൻ്റെ അടുത്ത് കിടക്കുന്ന ആരാ, അവരൊക്കെ ഔട്ടായ ടീം, അവരൊന്നുമല്ല. ആ റെന ഫാത്തിമയാണ് കണ്ടിട്ടുള്ളത് എന്നൊക്കെ പറയാം. റെന ഡൗട്ട്ഫുള്ളായിട്ട് പറയട്ടെ. അതിൻ്റെ അങ്ങനെയാണെങ്കിൽ നമ്മൾ ടാസ്കിൻ്റെ സമയത്ത് ആ ഹുക്കിൻ്റെ അടുത്ത് പോയി നിൽക്കണം, ആരാണ് ഇത് വെക്കണേന്ന് കാണാൻ വേണ്ടി. അതിൻ്റെ ആവശ്യമില്ലെന്നേ, ഇതാ ടാസ്കിൻ്റെ സമയത്ത് ക്യാപ്റ്റൻ്റെ തലേന്ന് എടുത്തുകൊണ്ട് പോയിട്ട് ആ ഹുക്കിലിടണം, അതാണ് ഗെയിം. അല്ലാതെ വേറെ എവിടെന്നെങ്കിലും എടുത്തുകൊണ്ട് വന്നിട്ട് അവർ ജയിക്കില്ല. എന്നാൽ പിന്നെ നമുക്ക് കാണാമല്ലോ ഏത് മണ്ടനാണെന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവരിരിക്കണ്ടേ. പിന്നെ അടുത്തത് അത്തക്കളം ഇടാൻ വേണ്ടിയിട്ടുള്ള പൂക്കളൊക്കെ വന്നു. പിന്നെ അവർ പൂവൊക്കെ ഇടുകയാണ്. പിന്നെ അതിന് ശേഷം മറ്റേ മസ്താനിയും ആര്യനും കൂടെ സംസാരിക്കണം. അവർ രണ്ടും കൂടെ ഇട്ടാൽ ക്യാപ്പ് അടിച്ച് മാറ്റിയത് നവീൻ്റെ. അപ്പോൾ ഇപ്പം നമ്മൾ അടിച്ച് മാറ്റിയ വല്ല പ്രശ്നമായിരുന്നെങ്കിൽ ബിഗ് ബോസ് ഇപ്പം തന്നെ അനൗൺസ് ചെയ്ത് അങ്ങനെ മാറ്റാൻ പറ്റില്ല. ഇതൊന്നും പറഞ്ഞില്ലല്ലോ, അപ്പോൾ അതൊന്നും പ്രശ്നമല്ല. എന്താണ് ട്രാൻസ്ലേറ്ററിൽ ഇരിക്കുന്നത്, ബുദ്ധിയും തന്ത്രവും ഉപയോഗിച്ച് കളിക്കുക, അല്ലാണ്ട് ഇങ്ങനെ വലിച്ചു പറിച്ചുകൊണ്ട് പോവുമല്ല. നമ്മൾ ബുദ്ധിയും തന്ത്രവും ഉപയോഗിച്ച് അത്രേ ഉള്ളൂ. അപ്പോൾ നവീന് പക്ഷെ അതൊന്നും ഒരു പ്രശ്നമല്ല. എങ്ങനെ പ്രശ്നം ഉണ്ടാവും, അവൻ തന്നെ ഒരു കള്ളനല്ലേ, പിന്നെ എങ്ങനെ പ്രശ്നം ഉണ്ടാവും? മസ്താനി നമ്മൾ കള്ളന് കഞ്ഞി വെച്ചവനല്ലേ. അതെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് പക്ഷേ ഒരു പ്രശ്നമുണ്ട്, എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ നീയും റെനയും കൂടെ ജയിലിൽ കിടക്കേണ്ടി വരും. അതെന്താ നമ്മൾ കണ്ടിട്ട് മാത്രം അല്ല, ഞാൻ പറയും നിങ്ങളാണ് അടിച്ചു മാറ്റിയത്, വേണ്ടായിരുന്നു എന്ന് പറയും. കളി നടക്കില്ല അയ്യടാ എന്നൊക്കെ പറഞ്ഞ് അതിലിരിക്കണ്ടേ. വൈൽഡ് കാർഡ് എൻട്രീസൊക്കെ ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മസ്താനി മാത്രമല്ല ബാക്കി എല്ലാവരും ഇരിക്കുകയാണ്. അതിൻ്റെ അകത്ത് അഭിലാഷുണ്ട്. ആ സമയത്ത് അനു വരുമ്പോൾ പറയും
ഇവളുടെ ഒരു സ്വഭാവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരുമായിട്ടും അങ്ങനെ ക്ഷമിച്ച് അങ്ങനെ പോകില്ല. വഴക്കിട്ട് കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് തോന്നിയാലേ മിണ്ടുള്ളൂ, അല്ലെങ്കിൽ മിണ്ടൂല. ഞാൻ അങ്ങനെ തന്നെയാണ്. ഞാനിപ്പോൾ ആരെടുത്താണ് വഴക്കിട്ടത്? ജിസയിലായിട്ടുള്ള കാര്യം തന്നെ പറഞ്ഞത്. അന്നേ ഞാൻ പറഞ്ഞതാണ്, അത് കുഞ്ഞൊരു സൗന്ദര്യപ്പിണക്കം പോലെ പോകേണ്ട ഒരു കാര്യമായിരുന്നു. അന്നേ ഞാൻ ജിസയിൽ ഓക്കെ ആയിരുന്നു സംസാരിക്കാൻ. അപ്പോൾ ഇവക്ക് പറ്റില്ല. എനിക്ക് പറ്റില്ല, എനിക്കിങ്ങനെ കള്ള സ്നേഹം അഭിനയിക്കാൻ പറ്റില്ല. ഇവിടെ അഭിനയിക്കാനല്ലോ, നമ്മളെല്ലാവരും അത്ര ഭയങ്കര ആത്മാർത്ഥതയൊന്നും എല്ലാവരും തമ്മിലൊന്നുമില്ല. എല്ലാവരും അങ്ങോട്ട് കൂടെ അടിച്ചടിച്ച് തീരാനുള്ള ഒരാളും മാത്രമല്ലേ ബാക്കി നിൽക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത്ര ഭയങ്കര ആത്മാർത്ഥമൊന്നും വേണ്ട. പക്ഷേ സംസാരിക്കുക, ഒരു സ്നേഹത്തിൽ വലിയ കുഴപ്പമില്ല എന്നൊക്കെ. എനിക്കങ്ങനെ അഭിനയിച്ച് നിൽക്കാനൊന്നും പറ്റില്ല, എനിക്കങ്ങനെയൊന്നും അറിയില്ല, എനിക്കത് ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയല്ല, ഇവിടെ നിൽക്കുന്ന സമയത്ത് പലപ്പോഴും പല ടാസ്കുകൾ ഒരുമിച്ച് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ തീരെ ഇഷ്ടമില്ലാത്ത ആൾക്കാരുടെ കൂടെ ഒരു ടീമായിട്ട് നിൽക്കേണ്ടി വരും. ആ സമയത്തൊക്കെ കളിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും. അങ്ങനെയൊന്നുമില്ല, ഞാൻ കളിക്കണൊക്കെ ഉണ്ടല്ലോ, ഒരു പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഈ 5 പേര് ഇവിടെ ഇരിക്കുകയല്ലേ, ഞാൻ നിങ്ങളത് എല്ലാവർക്കും കൂടെ ചോദിക്കണം, അഭിലാഷ് പറയണേ, എല്ലാവർക്കും കൂടെ ചോദിക്കണം. ഇപ്പോൾ കഴിഞ്ഞ ടാസ്ക് ജിസയിലും അനുമോളും ശൈത്യയൊക്കെ കൂടെയുള്ള ആ ടാസ്കിൽ ഏറ്റവും കൂടുതൽ കോർഡിനേഷൻ ഇല്ലാത്ത ടീം എന്ന് വെച്ചാൽ ഇവരുടെ ടീമല്ലേ? അതെ, ഇവരുടെ ടീം തന്നെയായിരുന്നു. അതാണ് പറഞ്ഞത്. എന്തെങ്കിലും ഒരു ഞാൻ ക്യാപ്റ്റനാവും, നീ ക്യാപ്റ്റനാവും, ആകെ ഡിസ്കഷൻ, ബഹളം, അങ്ങനെയൊന്നുമില്ല. ഞാൻ എന്താണ് ടാസ്കിൻ്റെ സമയത്ത് നല്ലോണം കളിച്ചു, ഒന്നുമില്ല. നിങ്ങൾ തമ്മിൽ പിന്നെ ഭയങ്കര ശത്രുത പോലെ നിങ്ങൾക്ക് സംസാരിക്കാൻ വയ്യ. അങ്ങനെ ടാസ്ക് കുളമാക്കിയത് നിങ്ങൾ തന്നെയാണെന്ന് പറയാം. ശരത്തും ബിന്നിയും മസ്താനും കൂടെ സംസാരിക്കട്ടെ. അപ്പോൾ ബിന്നി പറയാം, ബിഗ് ബോസ് നമ്മളൊരിടത്ത് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് അങ്ങനെ നിങ്ങളെ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് നമ്മൾ ഹൗസ് മേറ്റ്സ് ആയിട്ട് അങ്ങനെ കാണാൻ പറ്റുള്ളൂ. ഈ ടാസ്ക് കഴിയണവരെ, ഈ പണി വേഴ്സസ് തുണി, ആ ടാസ്ക് കഴിയണവരെ നമുക്ക് അങ്ങനെ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ കാണാനാണ് ബിഗ് ബോസ് പറഞ്ഞേക്കണേ. അപ്പം മസ്താൻ പറഞ്ഞാൽ അത് നമ്മുടെ ഫുൾ ഡ്രസ്സും കിട്ടണവരെ മിക്കവാറും ഈ ടാസ്ക് കണ്ടിന്യൂ ചെയ്യുന്നതാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് വേറെ വഴിയില്ല, അങ്ങനെ കണ്ടേ പറ്റുള്ളൂ. നമുക്ക് എല്ലാവർക്കും ഒരു ടീമായിട്ട് നിൽക്കാനേ പറ്റുള്ളൂ, വൈൽഡ് കാർഡിനെ സെപ്പറേറ്റ് കാണാനേ പറ്റുള്ളൂ, വേറെ വഴിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ രേണു ഒരു മൂലയിൽ ഇങ്ങനെ കിടക്കണം കേട്ടോ. അപ്പോൾ മറ്റേ അനു ആദില അവിടെ ഉണ്ട്. അപ്പോൾ അനു ചേച്ചിയുടെ തല ചേച്ചി നോക്കുക, ആ ഒരു കുഞ്ഞു തലയാണ്, അതൊന്ന് മര്യാദക്ക് നോക്ക്. ഇവിടെ ചേച്ചിക്ക് എന്തെങ്കിലും പ്രശ്നം അല്ല ഹെൽത്ത് ഇഷ്യൂ വന്നാൽ ഒരൊറ്റ മനുഷ്യൻ ഉണ്ടാവില്ല. ഈ 20 പേര് ഇവിടെ ഉണ്ടെന്നേ ഉള്ളൂ, ഞാൻ ഉൾപ്പെടെ ഒരൊറ്റ മനുഷ്യൻ ഉണ്ടാവില്ല, ചേച്ചി തന്നെ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ വേദന ഉണ്ടെങ്കിൽ വേദന ഉണ്ടെന്ന് പറ. എനിക്ക് കഴുത്ത് വേദന, പെടലി വേദന എനിക്കുള്ളത് എന്നൊക്കെ പറയാം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേച്ചി അത് പ്രോപ്പറായിട്ട് പറയണം കേട്ടോ എന്നൊക്കെ പറയാം. അപ്പോൾ നീ അത് പറഞ്ഞു കൊടുക്കൊന്നും വേണം, ചേച്ചിക്ക് അറിയൊക്കെ ചെയ്യാം, ഒന്നുമില്ലെങ്കിൽ നിന്നെക്കാളും ഒരു 10-60 ഓണം കൂടുതലുണ്ടാവല്ലേ. അപ്പോൾ അതിന് ഇവരെല്ലാം കൂടി ശരി, ഇപ്പോഴാണ് ചേച്ചിക്ക് കാര്യം മനസ്സിലായി. അപ്പോൾ അതിൽ പറയാം, നാട്ടുകാരെ ശ്രദ്ധിക്കുക, നമ്മുടെ രേണുസുധിയുടെ യഥാർത്ഥ പ്രായം വെളിപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ പറയും. എല്ലാവരും കൂടെ അപ്പം ചിരിക്കുകയാണേ. രേണയും മസ്താനയും കൂടെ എങ്ങനെ ക്യാപ്പ് അടിച്ച് മാറ്റാമെന്നൊക്കെ പ്ലാനിങ് നടത്തണം. അപ്പോൾ അനുവിൻ്റെ ഇത് ക്യാപ്പ് പോകണതിന് ടെൻഷനൊന്നുമില്ല. അതിന് ജിസയിലെടുത്തല്ലേ ക്യാപ്പ് ഉള്ളത്, അതാരും എടുക്കാനൊന്നും പോയിട്ടില്ല. അതെന്താ ക്യാപ്റ്റന് അത്ര വിശ്വാസമായിട്ടൊന്നുമല്ല, അവൾക്ക് ഇത്ര ഹൈറ്റില്ല. ആരാണ് ചാടി എടുക്കാൻ പോകണം? അവളാണെങ്കിൽ മറ്റേ എന്താണ് പച്ചില വിട്ടിൽ പോലെ ഇങ്ങനെ ചാടി നടക്കണം. ആരെടുക്കാനാണ്? അപ്പോൾ ഇവർ രണ്ടും കൂടെ പ്ലാൻ ചെയ്യാം, നമുക്ക് സോഫയുടെ ബാക്കിൽ നിന്ന് എടുത്ത് തലയിലോട്ട് അങ്ങോട്ട് ചാടാം, അപ്പോഴേക്കും താഴെ വീഴുമ്പോൾ നമുക്ക് ക്യാപ്പ് എടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്ലാനിങ് കേട്ടോ റേണയും മസ്താനയും കൂടെ. അഭിലാഷും ബിന്നിയും മസ്താനയും കൂടെ സംസാരിക്കാം കേട്ടോ. അപ്പം ബിന്നി ചോദിക്കുക, നിങ്ങളവിടെ കിടന്ന് ഭയങ്കര കീറിനുണ്ടായിരുന്നില്ല, എന്താ കാര്യം എന്ന് ചോദിക്കുക. അഭിലാഷ് ഞങ്ങൾ നോർമലായിട്ട് സംസാരിച്ചത്, അത് ആരുവിൻ്റെ അടുത്ത് പറയണം, നീ എല്ലാവരും തമ്മിലൊരു കോർഡിനേഷൻ ഇല്ല, അവളെല്ലാവരും അവോയ്ഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അവളെ അവോയ്ഡ് ചെയ്യണോ? ശരിക്കും പറഞ്ഞാൽ 50% അവർ അവോയ്ഡ് ചെയ്യുന്നു, ബാക്കി 50% അവളാണ് അവോയ്ഡ് ചെയ്യണത്. അങ്ങനെ അല്ലാതെ ഇപ്പോൾ ഗെയിം കളിക്കുമ്പോഴൊക്കെ പേഴ്സണലായിട്ട് എടുക്കാതെ ഒരു കോർഡിനേഷൻ വെച്ചിട്ട് കളിക്കണം, അങ്ങനെയല്ലേ വേണ്ടത്. അപ്പോൾ ഇവരുടെ ടീം തന്നെ കണ്ടില്ല, ഒരു കോർഡിനേഷനും ഇല്ല അവർക്ക്. 3 പേർക്കും ഇല്ല കോർഡിനേഷൻ, ഒരാൾ മാത്രം പറ്റില്ല, 3 പേർക്കും കോർഡിനേഷൻ ഇല്ല. അതുണ്ടെങ്കിലല്ലേ ഗെയിം കളിക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ പേഴ്സണലായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ബിഗ് ബോസ് തരുന്ന ഗെയിമല്ലേ, കളിക്കേണ്ടതല്ലേ നമ്മൾ. അപ്പോൾ അങ്ങനെ പേഴ്സണലായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഗെയിമിനെയൊക്കെ അഫക്റ്റ് ചെയ്യില്ലേ. അതെത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. മസ്താന് പറഞ്ഞു, ഞാനും പറഞ്ഞു കൊടുത്തു, നീ എന്നല്ല ആര് പറഞ്ഞു കൊടുത്തിട്ടും കാര്യമില്ല, അത് അവൾക്ക് തന്നെ സ്വയം തോന്നണം, നമ്മളൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്നൊക്കെ പിന്നെ പറയാം. പിന്നെ ആ സ്വച്ഛാധിപതി ടാസ്ക് തന്നെ കണ്ടില്ലേ, അതിനകത്ത് ആ ജിസേലിന് എല്ലാ റൈറ്റ്സും ഉണ്ടായിരുന്നു, എന്നിട്ട് അവൾക്ക് പോലും ഫുഡ് കൊടുക്കാതിരുന്നു. അങ്ങനെയൊക്കെ വളരെ പേഴ്സണലായിട്ട് എടുക്കുന്നത്. അതിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, മാറ്റം പറയാനല്ലേ നമുക്ക് പറ്റുള്ളൂ. അവൾ മാറത്തില്ല, ഒന്നും ഒരു ടീം സ്പിരിറ്റായിട്ട് എടുക്കാനോ ഒന്നും അറിയത്തില്ല എന്ന് പറയുന്നു. അനുമോളവിടെ മിണ്ടാതിരിക്കാൻ കേട്ടോ. എനിക്ക് തോന്നുന്നു ആ ടാസ്ക് ഇറക്കാൻ മിണ്ടാൻ പാടില്ല, ടാസ്ക് ഇറക്കാന്നുണ്ട്. അപ്പോൾ അവിടെ അനൗൺസ്മെൻറ്റ് നമ്മുടെ അക്ബറിൻ്റെ, എനിക്ക് തോന്നുന്നു താങ്കൾക്ക് ബിഗ് ബോസിൻ്റെ ഒരു ടൈറ്റിൽ വിന്നർ ലഭിച്ചാൽ പോലും ജനങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നല്ലൊരു പേരും പ്രശസ്തിയും ലഭിക്കാൻ, നല്ല രീതിയിൽ പെരുമാറാനും പഠിക്കുവാനും മോൾ കേരളത്തിലുള്ള ജനങ്ങൾക്ക് കഴിവെന്താണ്, ടാലൻ്റ് എന്താണ് എന്നതിനെക്കുറിച്ച് നല്ലൊരു ധാരണയുണ്ട്. അതുകൊണ്ട് അനുമോൾ പോകുന്ന പോലെ പൊക്കോളൂ, പക്ഷേ മാന്യത എന്താണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവും. അത് മാത്രം അനുമോളിനെ ഞാൻ ഓർമ്മിച്ച് കൊള്ളട്ടെ എന്നൊക്കെ പറഞ്ഞ് വലിയ സ്പീച്ചൊക്കെ നടത്താനുണ്ട്. അപ്പോൾ അപ്പനെ അത് മാത്രമാണോ, എന്തൊക്കെ ഇതാണ് നമ്മൾ
നമ്മൾക്കെതിരെ പറയണ കുടുംബം തകർക്കും, കയ്യും കാലും വെട്ടും, കൊട്ടേഷൻ കൊടുത്തിട്ട് നടക്കല്ലേ എന്നൊക്കെ പറയാം. അപ്പോഴേക്കും അവിടെ നിന്ന് അനീഷ് പറഞ്ഞത് തന്നെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. 2-3 ആഴ്ച നടന്ന കാര്യങ്ങളൊക്കെ ഇപ്പോഴും അതൊന്ന് വിട്ടുപിടി എന്ന് പറയാം. എന്നിട്ട് നിങ്ങൾ തമ്മിലുള്ളൊരു ഗെയിമാണോ ഒരു അന്തർധാരയാണോ ഇതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ഞങ്ങൾക്ക് കേൾക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര അരോചകമാണ് എന്ന് പറയാം. പിന്നെ അരോചകം എന്നൊക്കെ അക്ബർ പറയണ്ടേ. അടുത്തത് രേണു ഇരുന്ന് കരച്ചിലാണ്. എനിക്ക് പോകണം ബിഗ് ബോസ്, എനിക്ക് പോകണം, എനിക്ക് മാനസികമായിട്ട് നിൽക്കാൻ പറ്റുന്നില്ല ബിഗ് ബോസ്, എനിക്ക് പോകണം, എനിക്ക് എൻ്റെ മക്കളെ കാണണം, എനിക്ക് എല്ലാവരെയും കാണണം എന്നൊക്കെ പറഞ്ഞ കരച്ചിലാണ് അവിടെ ഇരുന്നിട്ട്. പിന്നെ അടുത്ത സീനിൽ അനീഷ് ഇരുന്ന് പറയണം ഈ ഡിവോഴ്സ് എന്ന് പറഞ്ഞത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്, രണ്ടുപേരും കൂടെ തീരുമാനിക്കും ഡിവോഴ്സ് ചെയ്യുന്നത് അത്ര വലിയ സിമ്പിളായിട്ടുള്ള കാര്യമാണ് എന്നൊക്കെ പറയാം. രണ്ടുപേരുടെയും ഭാഗത്ത് ശരിയുണ്ടാവാം തെറ്റുണ്ടാവാം, അപ്പോൾ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് ഡിവോഴ്സ് ചെയ്യുന്ന അത്ര വലിയ സംഭവമൊന്നുമില്ല, സിമ്പിൾ പ്രോസസ്സാണെന്നൊക്കെ പറയാം. അപ്പോൾ മറ്റേ റെന പറയുന്നുണ്ട് ചേട്ടൻ്റെ ഭാഗത്ത് അപ്പോൾ തെറ്റുണ്ടായിരുന്നു എന്നാണോ പറയണത്? തെറ്റുമുണ്ടാകാം ശരിയും ഉണ്ടാകാം. അപ്പോൾ ചേട്ടൻ്റെ തെറ്റ് ചേട്ടൻ സമ്മതിച്ചോ എന്നൊക്കെ പറഞ്ഞ മറ്റേ അനീഷ് വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള പ്രോസസ്സാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഡിസ്കഷൻ അവിടെ നടക്കുകയാണ്. പിന്നെ അടുത്ത ജിസേലിൻ്റെ ബർത്ത്ഡേ ആണ്. എല്ലാവരും കൂടെ കേക്കൊക്കെ കട്ട് ചെയ്ത് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യും. അപ്പോഴേക്കും അമ്മയുടെ മെസ്സേജ് ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞ മെസ്സേജ്. അത്രയാണ് ഇന്നത്തെ ബിഗ് ബോസ് പ്ലസ്. ഇനി നാളത്തെ എൻ്റെ ദൈവമേ പ്രൊമോ കാണിച്ചിട്ടുണ്ട്. പണിപ്പുര, വീണ്ടും പണിപ്പുരയാണ് കേട്ടോ. ഓരോ ആൾക്കാരും അവരോരോ ഡ്രസ്സ് മാത്രം എടുക്കാൻ പാടുള്ളൂ. ഓരോരുത്തർക്കും പ്രത്യേകം ഡ്രസ്സ് ബോക്സ് വെച്ചിട്ടുണ്ട് ഓരോരുത്തരുടെ പേര് ചെയ്തിട്ട്. അപ്പോൾ ആ ബോക്സിൽ കൊണ്ട് അവരവരുടെ മാത്രം ഇടാൻ പാടുള്ളൂ. ഓരോ ആൾക്കാരും സെപ്പറേറ്റാണ് എൻട്രി എന്ന് തോന്നുന്നുണ്ട്. ഓരോ ആൾക്കാരായിട്ടാണ് പോകുന്നത് കാണുന്നത്. അതിനിടയ്ക്ക് ലക്ഷ്മി ഇറങ്ങാൻ ലേറ്റ് ആവുന്നു, ജിഷിൻ്റെ അവിടെ കിടന്ന് ബഹളം വെക്കുന്നു, ഇറങ്ങിപ്പോടി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ഷാനവാസാന്ന് തോന്നുന്നുണ്ട് പറയുന്നുണ്ട് വേറെ ആളുടെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു വെക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നീ പോടാന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആര്യം നീ പോടാന്ന് അങ്ങോട്ട് പറയുന്നുണ്ട്. എന്താ നാളെ സംഭവിക്കാൻ പോണെന്ന് അറിയില്ല. വേറെ ഒരു വലിയ യുദ്ധമാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ മറ്റേ ഇതും കൂടെ വരുമല്ലോ, മറ്റേ ക്യാപ്പിൻ്റെ ഇതും. അപ്പോൾ എന്തൊക്കെയാണ് നാളെ സംഭവിക്കാൻ പോകണം, ആരൊക്കെ ബാക്കി ഉണ്ടാവുമെന്ന് കണ്ടറിയാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നാളത്തെ എപ്പിസോഡ് 32 എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് നമുക്ക് നാളെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.